കോട്ടയം ജില്ലയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അയിത്തത്തിനെതിരായ വൈക്കം സത്യാഗ്രഹം നടന്നത് കോട്ടയം ജില്ലയിലാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന ജില്ലയാണ് കോട്ടയം. മലയാളി മെമ്മോറിയലിന് തുടക്കം കുറിച്ചത് കോട്ടയം പബ്ലിക് ലൈബ്രറിയിലാണ്. തിരുവിതാംകൂറിൽ ഉയർന്ന ഔദ്യോഗിക സ്ഥാനങ്ങളിൽ മലയാളികൾക്ക് പ്രാധാന്യം വേണമെന്ന ആവശ്യവുമായി 1891 ജനുവരി 1 അന്നത്തെ മഹാരാജാവിന് നൽകിയ നിവേദനമാണ് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. കോട്ടയം ജില്ലയ്ക്ക് കടൽ തീരമില്ല. മീനച്ചിലാറാണ് പ്രധാന നദി. മണിമലയാറും മൂവാറ്റുപുഴയാറും ജില്ലയിലൂടെ കടന്നുപോകുന്നു. അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൻ്റെ പശ്ചാത്തലം മീനച്ചിലാറിൻ്റെ തീരമാണ്. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോട്ടയം. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിൻ്റെ 1/4 ഭാഗവും കോട്ടയം ജില്ലയിൽ നിന്നാണ്. 2011 സെൻസസ് അനുസരിച്ച് സംസ്ഥാനത്ത് സാക്ഷരതയിൽ ഏറ്റവും മുന്നിലുള്ള ജില്ലയാണ് കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണമാണ് കോട്ടയം. കോട്ടയം അക്ഷര നഗരം എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കൂടിയാണ് കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ കോളേജ് കോട്ടയം CMS കോളേജാണ്. ആദ്യത്തെ മലയാളം അച്ചടിശാല CMS പ്രസ്. ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന മലയാളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രമായ ദീപികയുടെ ആസ്ഥാനം കോട്ടയം. കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം നാട്ടകം സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. ഇത്രയുമാണ് കോട്ടയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരങ്ങൾ.